ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ക്രീം ഓഫ് ബ്രൊക്കോളി ചീസ് സൂപ്പ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ റെസിപ്പി നോക്കാം അല്ലേ. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി നല്ല ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഒന്ന് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് അതിലേക്കൊരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. സാദാ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്കില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ബ്രൊക്കോളി ചേർത്ത് കൊടുക്കുക. ബ്രൊക്കോളി കുറച്ച് ലൈറ്റ് ചൂട് വെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ട് കുറച്ച് നേരം മുക്കി വെക്കണം. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ബ്രൊക്കോളി അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതൊന്ന് പെട്ടെന്നൊന്ന് ആവി കയറുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വേവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അത് ബ്രൊക്കോളിയൊക്കെ കുക്കായിട്ടുണ്ടാവും. ഇത്ര മതി. ഇപ്പോൾ ബ്രൊക്കോളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത്ര മതിയാവും കേട്ടോ. ഈ കളറൊന്നും പോകരുത്. ഇനി നമുക്കതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ആ പാത്രത്തിലേക്ക് തന്നെ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റാക്കിയിട്ടെടുക്കണം. നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. കളറ് മാറരുത്. കളറ് മാറാതെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പാല് കുറച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർക്കുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ബാക്കി അങ്ങനെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കട്ടില്ലാതെ ഇളക്കി നല്ലോണം തിക്കാക്കി ക്രീമാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ല തിക്ക് ക്രീമായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം എടുത്തിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല തിക്കാക്കിയിട്ട് തന്നെ കുറുക്കിയെടുക്കുക. ഒരുപാട് തിക്ക് വേണ്ട, ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രൊക്കോളി മിക്സും കൂടിയും ചേർത്ത് കൊടുക്കുക. ആ ബ്രൊക്കോളി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വീഡിയോ കിട്ടിയില്ല കേട്ടോ. അത് സാരമില്ല, എന്നാലും ജസ്റ്റ് ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മിക്സിയിലുള്ളത് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ്, ഞാനിപ്പോൾ മോസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ചെഡാർ ചീസോ ഏത് ചീസാണെങ്കിലും കുഴപ്പമില്ല, 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് തന്നെ അത് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ, ആ ചീസ് അതിൽ കിടന്നിട്ട്. ഇപ്പോൾ നമ്മൾ ചീസൊക്കെ നല്ലോണം മെൽറ്റായി. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു സൂപ്പായിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചീസിൻ്റെയും ബട്ടറിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഗാർലിക്കിൻ്റെയും ഒക്കെ ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി ബ്രൊക്കോളി സൂപ്പാണിത്. ഇനി ഇതിലേക്ക് പെപ്പർ പൗഡറും കൂടിയും ചേർക്കുന്നുണ്ട്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. വൈറ്റ് പെപ്പർ പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല, ഞാൻ സാധാ പെപ്പർ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സൂപ്പ് ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരു 4 ബൗളിലേക്കുള്ളത് ഉണ്ടാവും ഈ ക്വാണ്ടിറ്റിയിൽ ചെയ്താൽ. 2-3 പീസ് ബ്രൊക്കോളി ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നായിട്ട്, കുക്കായതിനു ശേഷം ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് അതിന് എടുത്ത് വെച്ചതാട്ടോ, ജസ്റ്റ് ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം.